MCA LBS എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് CS, മാത്സ്, അതുപോലെ തന്നെ ജനറൽ നോളേജ്, ഗ്രാമർ, ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് മാത്സിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഗ്രാമർ, കുറച്ച് ജനറൽ നോളേജ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു എക്സാമിന് മാത്രമല്ല, നമ്മുടെ മറ്റുള്ള എല്ലാ എക്സാമിനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് പല എക്സാമിനും ചോദിച്ചതായിട്ട്, അതായത് റിപ്പീറ്റായിട്ട് ചോദിച്ചു ഇതിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകൾ പലതിനും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ പോയിൻറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പം വേഗം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ലാംഗ്വേജ് യൂസ് ടു ഡിഫൈൻ ഡാറ്റാബേസ് സ്ട്രക്ചർ. SQL ഡാറ്റാബേസ് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ് നമുക്കിവിടെ ഈ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ തന്നെ ഈ ഒരു കാര്യം കിട്ടും. അതായത് ഡെഫിനിഷനൊക്കെ വേണ്ടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാ? അത് DDL ആണ്. എന്താണ്? DDL. അപ്പോൾ DDLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി പറയാം. എന്ത് പറയുന്നത് എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ. എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് DDL എന്ന് പറയുന്നത്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, അങ്ങനെയാണ് DML എന്ന് പറയുന്നത്. നമുക്ക് DML എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? DDL. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കാം. ദ SQL കമാൻഡ് യൂസ് ടു റിമൂവ് എ ടേബിൾ ഫ്രം ഡാറ്റാബേസ്. എന്താണ്? ടേബിളിനെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള SQL കമാൻഡ് ഏതാണോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു വേർഡ് ഒന്ന് പറയുന്നത് എന്താ? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. റിമൂവ് ചെയ്യും, പക്ഷേ ആ സ്ട്രക്ചർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. എന്താണ്? ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? അല്ലെങ്കിൽ വിത്തൗട്ട് എന്താണ് സ്ട്രക്ചറും വിത്ത് സ്ട്രക്ചറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ കമാൻഡ് യൂസ് ടു റിമൂവ് എ ടേബിൾ ഫ്രം ഡാറ്റാബേസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? റിമൂവ് ആണോ? അല്ല, ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ്. എന്താണ്? ഡ്രോപ്പാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? റിമൂവ്സ് എൻറ്റയർ ടേബിൾ സ്ട്രക്ചർ. എന്താണ്? ഇതെന്താ ചെയ്യുന്നത്? റിമൂവ്സ് എൻറ്റയർ ടേബിൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്താൽ എൻറ്റയർ സാധനം റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു കേസിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. വേറൊരു ക്വസ്റ്റ്യനും ചോദിക്കാവുന്നതാണ്. അതായത് റിമൂവ് ഓൾ റോസ്, അതായത് റോ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം, ഫാസ്റ്ററായിട്ട് റോ റിമൂവ് ചെയ്യണം വിത്തൗട്ട് സ്ട്രക്ചർ. അതായത് ടേബിൾ സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് റോസ് മാത്രം റിമൂവ് ചെയ്യുന്നത്. അതായത് ഡാറ്റാബേസിൽ എന്തുണ്ടായിരിക്കും? ടേബിൾ സ്ട്രക്ചർ എന്തുണ്ടായിരിക്കും? ഓക്കെ, എന്താ ഉണ്ടാവുക? ടേബിൾ സ്ട്രക്ചർ ഡാറ്റാബേസിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട്. അത് മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കമാൻഡ് എന്ന് പറയുന്നതാണ് എന്താണ്? ട്രങ്കേറ്റ് എന്ന് പറയുന്നത്. അതിവിടെ അല്ല, ട്രങ്കേറ്റ്. അപ്പോൾ വേണമെങ്കിൽ ഓപ്ഷനിൽ ആ ഒരു സാധനം കൊടുക്കുക. ട്രങ്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടേബിളിൻ്റെ റോസാണ് റിമൂവ് ചെയ്യുന്നത്, ആ സ്ട്രക്ചർ എന്ത് ചെയ്യും? അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രോപ്പിന് സമയത്ത് എന്താ ഉണ്ടാകുന്നത്? എൻറ്റയർ ടേബിൾ സ്ട്രക്ചറാണ് എന്ത് ചെയ്യുന്നത്? റിമൂവ് എന്ന് പറയുന്നത്. ഇനി ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡിൽ എന്താ ഉപയോഗിക്കുക? റോസ് വൈസ് അല്ലെങ്കിൽ റോ വൈസ് റിമൂവിന് വേണ്ടിയിട്ടാണ്. എന്താണ്? റോ വൈസ് ആണിത് കേട്ടോ. റോ വൈസ് റിമൂവലിന് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ഉപയോഗിക്കുന്നത്. റോ വൈസ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എന്താണ്? ഡ്രോപ്പാണ് നോർമൽ റിമൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രങ്കേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കുന്നത്? റിമൂവ്സ് ഓൾ റോസ് ഫാസ്റ്റർ വിത്തൗട്ട് സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ട്രങ്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് SQL കൺസ്ട്രെയിൻസ്. അപ്പോൾ തുടക്കത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ SQL അല്ലെങ്കിൽ ഡാറ്റാബേസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. SQL എന്താ? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആട്ടോ. SQL എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാലിഡ് SQL കൺസ്ട്രെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്? നമുക്ക് അറിയുന്നത് തന്നെയാണ്. മറ്റുള്ള ഇതൊക്കെ നോക്കിയത് ഓപ്ഷൻ ലിമിറ്റ്, ബ്ലോക്ക്, യുണീക്ക്, ഫിക്സ്ഡ് ഇതൊക്കെയാണ്. ഇതിലറിയാം നമുക്ക് യുണീക്കാണ് എന്താണ് ഇതിലൊരു വാലിഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത്. ഈ യുണീക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യുണീക്ക് എന്തിനാണ്? ഓപ്ഷൻ സി യുണീക്കാണ് ആൻസർ. യുണീക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യുണീക്ക് ഉപയോഗിക്കുന്നത് എൻഷുർ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനൊക്കെ ഒഴിവാക്കാനും യുണീക്കായിട്ട് കാണിക്കാനും വേണ്ടിയിട്ടാണ് SQL യുണീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് കൺസ്ട്രെയിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിനുശേഷം ഓപ്ഷൻ സി ആയിരുന്നു അല്ലേ? അത് ഓക്കെ. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് പ്രൈമറി കീ എന്നാണ്. എന്താണ്? പ്രൈമറി കീയും ഉണ്ട്, എന്താണ് അതുപോലെ തന്നെ ഫോറിൻ കീയും ഉണ്ട് അല്ലേ? പ്രൈമറി കീയും ഉണ്ട്, ഫോറിൻ കീയും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഈ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി കീ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫീൽഡാണോ, ഫീൽഡ് വിത്ത് നൾസ് ആണോ, അതോ യുണീക്ക് ഐഡൻറ്റിഫയർ ആണോ? എന്താണ്? യുണീക്ക് ഐഡൻറ്റിഫയർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈമറി കീ അല്ലെങ്കിൽ ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത്? ടേബിളിലെ ഈച്ച് റെക്കോർഡ് എന്താണ്? യുണീക്ക്ലി ഐഡൻറ്റിഫൈസ്. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള ഓരോ റെക്കോർഡിനെയും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആ ടേബിളിൽ ഒരു പ്രൈമറി കീ. അത് വേണമെങ്കിൽ എന്താവാം? റോൾ നമ്പർ ആവാം അല്ലേ? എന്താണ്? റോൾ നമ്പർ ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്മിഷൻ നമ്പർ. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട് എന്ന് വിചാരിക്കും. ഒരു ടേബിളിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്തിനെ ഒരു പ്രൈമറി കീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം ഒരേ ഡേറ്റിൽ ജനിച്ച ആൾക്കാരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷേ റോൾ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ടേബിളിലെ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആവില്ല. റോൾ നമ്പർ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് ഇതൊക്കെ എന്തായിരിക്കും? യുണീക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് അപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി കീ ഉപയോഗിക്കുന്നത്. എന്താണ്? യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഫോറിൻ കീ എന്താണ്? മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ. അത് നമുക്ക് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ജോയിൻ എന്നാണ്. ജോയിൻ അതിൻ്റെ ടൈപ്പ് അല്ലാത്തതാണ്. ഓക്കെ. ഇനി അതിൽ വാലിഡ് ജോയിൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വാലിഡ് ജോയിൻസ് എന്ന് പറയുന്നത് ഈ ഇന്നർ ജോയിൻ, അതുപോലെ തന്നെ ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ, ഇതൊക്കെയാണ് എന്താണ് വാലിഡ് ജോയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ ജോയിൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ ഡി ആട്ടോ. അപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻ നോട്ട് എ ടൈപ്പ് ഓഫ് ജോയിൻ ആയിട്ട് വരുന്നത്. അതൊരു സ്ട്രിങ് ഫംഗ്ഷനാണ്. SQL ഉള്ള ഒരു സ്ട്രിങ് ഫംഗ്ഷനാണ്. എന്താണ് പറയുന്നത്? സ്ട്രിങ് ഫംഗ്ഷൻ ഇൻ SQL ഉള്ളൊരു സ്ട്രിങ് ഫംഗ്ഷനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് നോർമലൈസേഷൻ? എന്താണ് നോർമലൈസേഷൻ? എന്താ? നോർമലൈസേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൽ തന്നെ ഉണ്ട് നോർമലൈസേഷൻ. എന്തിനാണ്? ഓർഗനൈസിങ് ഡാറ്റ എഫിഷ്യൻസി. മറ്റുള്ള നോക്ക്, ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ആണോ, ഡാറ്റ സോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണോ, ഡാറ്റ എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണോ? ഓക്കെ. ഇതൊക്കെ പെടുന്നത് ഓർഗനൈസിങ് ഡാറ്റ എഫിഷ്യൻ്റ്ലി എന്നാണ് അതിൻ്റെ ആൻസർ. എന്താണ്? ഡാറ്റേനെ എഫിഷ്യൻ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ ഉപയോഗിക്കുന്നത്. എന്താണ് നോർമലൈസേഷൻ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ നോർമലൈസേഷൻ അല്ലെങ്കിൽ നോർമൽ ഫോംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോർമൽ ഫോംസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒന്ന് 1NF, എന്താണ് 2NF, പിന്നെ 3NF, പിന്നെന്താണ് BCNF. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഫംഗ്ഷൻ റിട്ടേൺസ് ദ നമ്പർ ഓഫ് റോസ് ഇൻ എ SQL?
ഒരു SQL നമ്പർ ഓഫ് റോ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? സമ്മാണ്. സം കൊടുത്താൽ എന്താ കിട്ടുക? ആവറേജ് കൊടുത്താൽ എന്താ കിട്ടുക? നമ്പർ കൊടുത്താൽ എന്താ കിട്ടുക? അപ്പോൾ നമ്പറിൻ്റെ എണ്ണമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൗണ്ടാണ്. ഓക്കെ, കൗണ്ടാണ്. ഈ സമ്മ്, അതുപോലെ തന്നെ സമ്മ്, ആവറേജ്, മിനിമം, മാക്സിമം, ഇതിനൊക്കെ എന്താ പറയുക? ഇതൊക്കെ എന്താണ്? അഗ്രിഗേറ്റ് ഫങ്ഷനാണ്. എന്താണ്? അഗ്രിഗേറ്റ് ഫങ്ഷനാണ്. ഇതിനെന്താ പറയുക? അഗ്രിഗേറ്റ് ഫങ്ഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താ? കൗണ്ടാണ് ഇവിടുത്തെ ആൻസർ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കമാൻഡ് യൂസ് ടു ഗീവ് പെർമിഷൻ ടു യൂസർ ഇൻ SQL യൂസറിന് പെർമിഷൻ കൊടുക്കാനുള്ള കമാൻഡ് ഏതാ? അതേതാണ്? അത് ഗ്രാൻഡ് ആണ്. നമുക്ക് ഓപ്ഷൻ തന്നെ മനസ്സിലാവും അതെന്താണ്? ഗ്രാൻഡ് ആണ്. ഓക്കെ, എന്താണ്? ഗ്രാൻഡ് ആണ്. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിവോക്കാണ് കേട്ടോ. ഗ്രാൻഡും റിവോക്കുമാണ്. അപ്പോൾ ഗ്രാൻഡ് പെർമിഷൻ എന്നാണ് ആലോചിച്ചത്. ഗ്രാൻഡാണ് SQL ഉപയോഗിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത് വരുന്നത് ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് എന്താ പറയുക? ഫയൽസ് എന്നാണോ? ടേബിൾസ് എന്നാണോ? റിലേറ്റഡ് ഡാറ്റ എന്നാണോ? സ്കീമാസ് ആണോ? ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് ടേബിൾ എന്ന് പറയും. ഫയൽസ് നമ്മൾ എന്തായാലും പറയില്ല, ടേബിൾസ് എന്ന് പറയുമോ. കാരണം ഡാറ്റാബേസിനകത്ത് കുറേ ടേബിൾസാണ്. ടേബിൾ സ്ട്രക്ചർ, റോസ് ആൻഡ് കോളംസിൽ ഡാറ്റേനെ അറേഞ്ച് ചെയ്തത്. എന്ത് ഡാറ്റേനെ അറേഞ്ച് ചെയ്തത്? റിലേറ്റഡ് ഡാറ്റ. ഒരേപോലത്തെ ഡാറ്റേനെയാണ് നമ്മളധികം ടേബിളിൽ അറേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഡാറ്റേനെ അല്ല ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ സി, റിലേറ്റഡ് ഡാറ്റയാണ്. ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ഫോറിൻ കീ? നേരത്തെ വാട്ട് ഈസ് എ പ്രൈമറി കീ ചോദിച്ചു. ഇപ്പോൾ ചോദിച്ചാൽ എന്താണ്? ഫോറിൻ കീ. അപ്പോൾ ഫോറിൻ കീ എന്ന് പറയുന്നത് എന്താ? യുണീക്ക് ഫീൽഡ് അല്ലെങ്കിൽ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. റാൻഡം വാല്യൂ ആണോ ഫോറിൻ കീ എന്ന് പറയുന്നത്? അതോ നള്ളാണോ? അതോ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോറിൻ കീ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണ്. ആണെന്ന് പറയുന്നത് ഒരു ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ കീവേഡ് യൂസ് ടു ചേഞ്ച് ഡാറ്റ ഇൻ SQL ഈസ്. അതായത് SQLിലുള്ളൊരു ഡാറ്റേനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഡാറ്റേനെ ഒന്ന് എന്താ പറയുക, ആ വാക്ക് പറഞ്ഞാൽ തന്നെ ഇതിന് ആൻസർ കിട്ടും. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? അത് മോഡിഫൈ അല്ല, അപ്ഡേറ്റ് ആണ്. ചേഞ്ച് നല്ലൊന്നുമല്ല കേട്ടോ. ചേഞ്ച്, എഡിറ്റ് ഇതൊന്നും ഇതിലുള്ളതല്ല. മോഡിഫൈ, അപ്ഡേറ്റ്, രണ്ട് ഓപ്ഷനിൽ ഏതാണ്? അപ്ഡേറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്ഡേറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മോഡിഫൈ അല്ലെങ്കിൽ യൂസ്ഡ് ടു ചേഞ്ച് എക്സിസ്റ്റിംഗ് റെക്കോർഡ് എന്ന് പറയും. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് ആസിഡ് അല്ലെങ്കിൽ ACID സ്റ്റാൻഡ്സ് ഫോർ ഇൻ DBMS? എന്താ DBMS? എന്താ? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ACID അല്ലെങ്കിൽ ആസിഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയും. ഇതിനകത്ത് ACID അല്ലെങ്കിൽ ആസിഡ് എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇതറിയുന്നതാണ്. എന്താണ്? ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഇതാണ് ഓപ്ഷൻ എ ആണ്. അത് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആഡ്, ചെക്ക്, ഇൻ്റഗ്രേറ്റ്, ഡ്രോപ്പ് അതൊന്നുമല്ല. ആക്സസ്, കമ്മിറ്റ്, ഇൻ്റഗ്രേറ്റ് അതൊന്നുമല്ല. ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി. ഇതാണ് ആസിഡ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് SQL കീവേഡ് വിച്ച് സോർട്ട് ദ റിസൾട്ട് സെറ്റ്. എന്താണ്? ദ SQL കീവേഡ് വിച്ച് സോർട്ട് ദ റിസൾട്ട് സെറ്റ്. ഏതാണ്? സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സോർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? രണ്ട് ടൈപ്പ് സോർട്ടിങ് ഉണ്ടല്ലേ. നമുക്ക് ഡിസെൻഡിങ് സോർട്ട് ചെയ്യാം, അസെൻഡിങ് സോർട്ട് ചെയ്യാം. ഏതാ? ഓർഡേർഡ് ബൈ കേട്ടോ. ഓർഡേർഡ് ബൈ അസെൻഡിങ്ങും ഉണ്ട്, ഡിസെൻഡിങ്ങും ഉണ്ട്. സോർട്ട് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ബൈ ആണ്. SQL കീവേഡ് വിത്ത് സോർട്ട് റിസൾട്ട് സെറ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓർഡേർഡ് ബൈ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കോഡ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറേ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ
ഇവിടെ ഇപ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ആദ്യം ഇതിനകത്ത് നമ്മുടെ കോഡ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കുന്ന സമയത്ത് കോഡിന് കുഴപ്പമില്ല. ഇൻറ്റു മെയിൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇൻറ്റു A = 5 B = 2 തന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ് A = 5 B = 2 തന്നിട്ടുണ്ട്. അതിനുശേഷം പ്രിൻറ്റ് എഫ് എന്തോ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. %D എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പേസ് വരും. അതിനുശേഷം കോമ A++ ഉണ്ട്, പ്ലസ് അതിനുശേഷം എന്താണ് പ്ലസ് ബി. അപ്പോൾ ഇതെന്താ A+++++B ആണ്. ഓക്കെ, റിട്ടേൺ 0 കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ചെയ്ത് വരുന്ന സാധനം മനസ്സിലാക്കണം, നടുക്ക് പ്ലസ് ആയതുകൊണ്ടും നമ്പേഴ്സ് ആയതുകൊണ്ടും രണ്ട് നമ്പറിനെ A+B എന്ന് പറഞ്ഞ രണ്ട് നമ്പറിനെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. A+B ആഡ് ആവുകയാണ് ചെയ്യുന്നത്. നോർമൽ കേസിൽ ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. B എന്ന് പറയുന്നത് എന്താണ്, B എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആൻസർ എന്താ വരേണ്ടത്, 7 ആണ് വരേണ്ടത്. എന്നാൽ ഇവിടെ ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ അല്ലേ, പ്ലസും മൈനസും ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഉണ്ട് അല്ലേ. അവിടെ ഇൻക്രിമെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻക്രിമെൻ്റ് ഉണ്ട്. A++ എന്ന് പറഞ്ഞാൽ എന്താ, ആഫ്റ്റർ എക്സിക്യൂഷനുമാണ്. ഇനി ++A ആണെങ്കിലോ, A++ ഉണ്ട്, ++A ഉണ്ട്. ആ ++Aക്ക് പകരമാണ് നമ്മൾ ++B ഉപയോഗിച്ചത്. ഒന്ന് ബിഫോർ എക്സിക്യൂഷനുമാണ്, അതായത് ആ ഇൻക്രിമെൻ്റ് എന്താ ചെയ്യുന്നത്, ഇൻക്രിമെൻ്റ് എന്താ ചെയ്യുന്നത്, ഒന്ന് ബിഫോർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇൻക്രിമെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആഫ്റ്റർ എക്സിക്യൂഷൻ ഉണ്ട്. അപ്പോൾ എക്ക് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാൽ എന്താ, അത് ആഫ്റ്റർ എക്സിക്യൂഷനാണ്. എൻ്റെ മുന്നേ, അല്ലെങ്കിൽ ++B എന്ന് പറഞ്ഞാൽ എന്താ, അത് ബിഫോർ എക്സിക്യൂഷൻ്റെ മുന്നേ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്. ++ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു വാല്യൂ ആണ്. ഒരു വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ചെയ്യും. മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, A++ ആണ്. A++ ആണ് ആദ്യം തന്നിട്ടുള്ളത്. വിച്ച് മീൻസ് എന്താണ്, A++ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എക്സിക്യൂഷൻ. ആദ്യം ആ എൻ്റെ വാല്യൂ എടുത്തിട്ടുണ്ട്, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻക്രിമെൻ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്, 5 തന്നെയാണ്, അല്ലെങ്കിൽ 5 തന്നെയാണ്. പ്ലസ് ബീൻ്റെ മുന്നേ ഇവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട്. ++B ആണ്. അപ്പോൾ B 2 എന്നുള്ളത് എന്തായിട്ടുണ്ട്, 2 എന്നുള്ളത് 3 ആയിട്ടുണ്ട്. 2 എന്നുള്ളത് 3 ആയിട്ടുണ്ട്. ആൻസർ എത്രയാണ്, 8 ആണ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാലിഡ് സ്റ്റോറേജ് ക്ലാസ് ഇൻ C? സിയിലെ വാലിഡ് സ്റ്റോറേജ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ തന്നെ മനസ്സിലാവും. ഓട്ടോയുണ്ട്, രജിസ്റ്റർ ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ആണ് അതിന് ആൻസർ ചെയ്യുന്നത്. ഡൈനാമിക് ഒരു മെമ്മറി അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണ് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക്, ഡൈനാമിക് ആണത്. ഓക്കെ, the C library function used to release dynamically allocated memory during run time. അതാണ് ഇവിടെ എന്താ ചോദിച്ചത്, C library function used to എന്തിനു യൂസ് ചെയ്യുന്നത്, റിലീസ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി ഡ്യൂറിങ് റൺ ടൈം. അതേതാ, അത് ഫ്രീ ആണ്. എന്താണ്, ഫ്രീ ആണ്. ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്ത മെമ്മറീനെ റിലീസ് ചെയ്യുന്നതാണ്. എന്താണ്, ഫ്രീ ആണത് കേട്ടോ. റിമൂവും ഒന്നുമല്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ഓപ്പറേഷൻ തന്നെയാണ് വീണ്ടും തന്നിട്ടുള്ളത്. ഇവിടെ എന്തുണ്ട്, ഇവിടെ നോക്കുന്ന സമയത്ത് 2 ഓപ്പറേഷൻ ഉണ്ട്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, അന്ന് ഇൻറ്റു ആണല്ലേ, സ്റ്റാറും ഉണ്ട് പ്ലസ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രസിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. എന്താണ്, ബോർഡ് മാസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആദ്യം ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്റ്റാറാണ്. സ്റ്റാർ ഗ്രേറ്റർ ദാൻ പ്ലസ് ആണ്. ഹയർ പ്രസിഡൻസ് ആർക്കാണ്, സ്റ്റാറിനാണ് പ്ലസിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതല്ലേ, ആദ്യം ചെയ്യേണ്ടത് എന്താ, 5 × 2 + 3 × 4. ഓക്കെ, അപ്പോൾ ആദ്യം ഇവരെയാണ് ചെയ്യേണ്ടത് അല്ലേ. ആദ്യം ഇവരെ രണ്ടാളും ചെയ്യണം. അപ്പോൾ 5 × 2 എത്രയാണ്, അത് 10 ആണ്. പ്ലസ് അതേപോലെ തന്നെ എഴുതുക. ഇതെത്ര വരും, അതെത്ര വരും, 4 × 3 = 12. ഓക്കെ,
എത്രയാണ് 12. 12 പ്ലസ് 10 എത്രയാണ് 22. എത്രയാണ് 22. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ. ദ ഓപ്പറേറ്റർ വിച്ച് ഹാസ് ദ ഹയസ്റ്റ് പ്രസിഡൻസ് ഇൻ സി. അപ്പോൾ നോക്കുക ഹയസ്റ്റ് പ്രസിഡൻസ് ഏതാ, നേരത്തെ ചോദിച്ചത് ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നോക്കുക പ്ലസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത് പ്ലസിനേക്കാളും സ്റ്റാറിനാണ് എന്ത് പ്രസിഡൻസ് കൂടുതൽ. സ്റ്റാറും ഉണ്ട്, ആൻഡും ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്താ, ഇത് 0 അല്ല കേട്ടോ, ഇത് കേളി ബ്രാക്കറ്റ്. അങ്ങനെ ഇതാണ് ഈ സാധനം, ബ്രാക്കറ്റാണത്. ഓക്കെ, ബ്രാക്കറ്റാണ്. അപ്പോൾ ഇതിൽ ഹയർ പ്രസിഡൻസ് ഏതാ, അത് ബ്രാക്കറ്റിനാണ് വരുന്നത്. എന്തിനാണ് ബ്രാക്കറ്റാണ് വരുന്നത്, നമ്മൾ അറിയില്ല. ബ്രാക്കറ്റ് ഓപ്പൺ, ബോർഡ് മാസമൊക്കെ ആലോചിച്ചാൽ മതി. ബോർഡ് മാസത്തിലൊക്കെ ആദ്യം എന്ത് ചെയ്യുന്നത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ഓപ്പറേഷൻസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഇതിന് എന്ത് വിളിക്കും, പരാന്തസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ എന്താണ് ഡാംഗ്ലിംഗ് പോയിൻറ്റർ ഇൻ സി എന്താണ് ഡാംഗ്ലിംഗ് പോയിൻറ്റർ, അല്ലെങ്കിൽ വിച്ച് ഈസ് അല്ല, വാട്ട് ഈസ് ഡാംഗ്ലിംഗ് പോയിൻറ്റർ. ഈ ഡാംഗ്ലിംഗ് പോയിൻറ്റർ എന്ന് പറയുന്നത് എന്താ, അതെന്ന് പറയുന്നത് പോയിൻറ്റർ ദാറ്റ് റെഫേഴ്സ് ടു ഫ്രീഡ് മെമ്മറിയാണ്. എന്താണ്, ഫ്രീ ആയിട്ടുള്ള മെമ്മറീനെ റെഫർ ചെയ്യുന്നതിനാണ് ഡാംഗ്ലിംഗ് പോയിൻറ്റർ എന്ന് പറയുന്നത്. നള്ളിനെ പോയിൻറ്റ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അതർ പോയിൻറ്ററിനെ പോയിൻറ്റ് ചെയ്യുന്നതല്ല, ഡിക്ലെയർ ചെയ്യാത്തൊരു ഇതിനെ പോയിൻറ്റ് ചെയ്യുന്നതല്ല. എന്താണ്, ദ പോയിൻറ്റർ ദാറ്റ് റെഫേഴ്സ് ടു ഫ്രീഡ് മെമ്മറി ആണ് എന്ത് പറയുന്നത്, ഡാംഗ്ലിംഗ് മെമ്മറി, അല്ലെങ്കിൽ എന്താണ് ഡാംഗ്ലിംഗ് പോയിൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹെഡർ ഫയൽ നീഡഡ് ഫോർ പ്രിൻ്റ് എഫ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ ഏതൊക്കെയാണ്. നോർമൽ നമ്മൾ ആദ്യം എഴുതാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സാധനമാണ് നമ്മൾ ആദ്യം അതിൽ ഉപയോഗിക്കും. ഏത് ഹെഡർ ഫയലാണ് അത്, ഏതാ, STDIO സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ .h ഹെഡർ ഫയലാണ്. മാത്തൊക്കെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, മാത്തൊക്കെ മാത്തമാറ്റിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ മാത്സ് ഉപയോഗിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് മാത്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ് നോർമലി നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ എഴുതുന്ന ഒരു സാധനമാണത്. അതാണ് പ്രിൻ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ലൂപ്പ് ഈസ് ഗ്യാരണ്ടീഡ് ടു എക്സിക്യൂട്ട് എ ലീസ്റ്റ് വൺസ്. വിച്ച് ലൂപ്പ് ഈസ് ഗ്യാരണ്ടീഡ് ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ലൂപ്പുകളുണ്ടല്ലേ, ഫോർ ഉണ്ട്, വൈലുണ്ട്, ഡു വൈലുണ്ട്. ഓക്കെ, ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണ എങ്കിലും ലൂപ്പ് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പ് ഏതാ, ഇതൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാ. ഏതാണ്, അതേതാ, ഡു വൈലാണ് കേട്ടോ. എന്താണ് ഡു വൈൽ, അതായത് ഒരിക്കലെങ്കിലും ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, അത് ഒരിക്കലെങ്കിലും അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് അത് ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ടാവും. ചെക്സ് കണ്ടീഷൻ ആഫ്റ്റർ എക്സിക്യൂഷനാണ്. എന്താ പറയുക, ആഫ്റ്റർ എക്സിക്യൂഷനാണ്, അങ്ങനെ നോക്കിയാൽ മതി. അതായത് ചെക്സ് കണ്ടീഷൻ ആഫ്റ്റർ എക്സിക്യൂഷൻ. പകരം നമ്മുടെ ഇതാണെങ്കിലോ, വൈലാണെങ്കിൽ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, ഓൺലി ട്രൂ കേസിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വരുള്ളൂ. ഇവിടെ ഒരു തവണയെങ്കിലും എന്താണ്, ബിഫോർ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു തവണയെങ്കിലും ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഗ്യാരണ്ടീഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഗ്യാരണ്ടീഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ബ്രേക്ക് കീവേഡ് ഡു ഇൻ എ ലൂപ്പ്. ബ്രേക്കും കണ്ടിന്യൂ ഉണ്ട് അല്ലേ. ബ്രേക്ക് കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പിൽ എന്താ സംഭവിക്കുക, ബ്രേക്ക് കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ബ്രേക്ക് എന്താ ചെയ്യുന്നത്, ബ്രേക്ക് എന്താ ചെയ്യുന്നത്, സ്കിപ്പ് കറണ്ട് ഐട്രേഷനാണ്. അതായത് ആ ഉള്ള ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്, അല്ല ഒരു പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിറ്റ് ചെയ്യുന്നില്ല അല്ലേ. എന്താ ചെയ്യുന്നത്, എക്സിറ്റ് ലൂപ്പാണ്. ആ കറൻറ്റ് ലൂപ്പിനെ എക്സിറ്റ് ചെയ്യും ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യും. ഓക്കെ, എക്സിറ്റ്. അതിനുശേഷം ദ ഡാറ്റ ടൈപ്പ് യൂസ് ടു സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ ഇൻ സി. അതായത് സിയിൽ സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്, ക്യാർ ഉപയോഗിച്ചാൽ മതി. സ്ട്രിങ് ഒന്നും ഉപയോഗിക്കേണ്ട, ക്യാർ ഉപയോഗിച്ചത് സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 24th ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡു യു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് ഇൻ സി. ഓക്കെ, ഹൗ ഡു യു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് ഇൻ സി. ഒരു കോൺസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് സിയിൽ ഡിക്ലെയർ ചെയ്യുക? ഇങ്ങനെ ചെയ്യാം അല്ലേ. അതായത് ഓപ്ഷൻ എ കണ്ടോ, ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് പൈ 3.14 എന്ന് കൊടുക്കാം തുടക്കം തന്നെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം, അതായത് കോൺസ്റ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്, ഫ്ലോട്ട് അതെന്താണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ് 3.14, പൈ ഇത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഉണ്ട്, രണ്ടും കൂടിയും ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട്, ബോത്ത് എ ആൻഡ് ബി. ഇത് അല്ലാണ്ടെയും ചോദിക്കലുണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസ്റ്റൻസിനെ അല്ലെങ്കിൽ പൈയിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണെന്ന് നോക്ക്, ചെക്ക് ചെയ്യണം, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് എന്തിലാണ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷനിൽ നമ്മളിവിടെ 1 ഉണ്ട്, 0 ഉണ്ട്, ട്രൂ ഉണ്ട്, ഫാൾസും ഉണ്ട്. നോർമൽ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താണ് 1 എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആയിട്ടും 0 എന്ന് പറഞ്ഞാൽ അത് ഫാൾസും ആയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എപ്പോഴും വരിക 1 or 0 ഈ രീതിയിലാണ് മനസ്സിലാക്കണം. 1 or 0യിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ട്രൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്താണ്, അത് 1 ആയിരിക്കും. ഫാൾസ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, അത് 0 ആയിരിക്കും. അല്ലെങ്കിൽ 0 കിട്ടിയാൽ ഫാൾസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെ എടുത്ത് താഴേക്ക് നോക്കണം. ഇത് എങ്ങനെ ചെക്ക് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ആണല്ലേ, ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ ആൻഡിൻ്റെ ഇവിടെയും 2 സ്ഥലത്തുള്ള ഇൻപുട്ടുകൾ ട്രൂ ആയാൽ, അതായത് ബോത്ത് ട്രൂ വന്നു കഴിഞ്ഞാലേ ഔട്ട്പുട്ട് എന്താവുള്ളൂ, ബോത്ത് ട്രൂ ആയാലേ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ഓക്കെ, ആൻഡ് ആയതുകൊണ്ട്. അപ്പോൾ രണ്ടും ട്രൂ ആണോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. രണ്ടും ട്രൂ ആണോ നോക്ക്. 10 > 5 ആണ്. ഇതെന്താണ്, ഗ്രേറ്റർ ദാൻ 5 ആണ്. ഇതെന്താ, ഇത് ട്രൂ ആണ്. 10 5 വലുതാണ് 10 അല്ലേ. ഇനി എന്താ, 5 ഗ്രേറ്റർ ദാൻ അല്ലല്ലോ, അവിടെ ലെസ് ദാൻ അല്ലേ, 5 ലെസ് ദാൻ 3. ഇതെന്താ, ഇത് ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്, ഫാൾസ്. ഇതെന്ത് വരും, ബോത്ത് സൈഡ് ട്രൂ ആണെങ്കിൽ, ബോത്ത് സൈഡ് ഫാൾസ് ആണെങ്കിൽ അത് തന്നെ ട്രൂ ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ ട്രൂവും ഫാൾസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 1 0 ആണ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, 0 ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റൈറ്റ് എ സ്ട്രിങ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. എന്താണ്, ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റൈറ്റ് എ സ്ട്രിങ് ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അതേതാ, ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു റൈറ്റ് എ സ്ട്രിങ് ടു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്ട്രിങ്ങിനെയാണ് റൈറ്റ് ചെയ്യുന്നത്. എന്താണ്, സ്ട്രിങ്ങിനെ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നോക്കുക, നമ്മളെപ്പോഴും പഠിക്കുന്ന സാധനമാണ് ഹലോ വേൾഡ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ അല്ലെങ്കിൽ നോർമൽ പ്രിൻ്റാണ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്പേസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഗെറ്റ്സും പുട്സും എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫംഗ്ഷനെ പഠിക്കുന്നത്. ഗെറ്റ്സും പുട്സും. അതിൽ ഗെറ്റ്സ് എന്ന് പറയുന്നത് എന്താ, ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പുട്സ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുമാണ്. പുട്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക, പുട്സ് ആണ്, പുട്സ് ഫംഗ്ഷനാണ്. ദ ഫംഗ്ഷൻ യൂസ് ടു റൈറ്റ് എ സ്ട്രിങ് ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്പേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ സാധനത്തിനെ കിട്ടണമെങ്കിൽ അത് എന്താണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2 എണ്ണമായിട്ടാണ് അത് കിടക്കുക, പുട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.